ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1ൻ്റെ തിയറി പാർട്ടും MCQ പാർട്ടും നമ്മൾ എടുത്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, അറ്റോമിക് ന്യൂക്ലിയസ്. Atomic nucleus consists of two types of elementary particle, neutrons and proton. These particle is known as nucleons. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എന്താണ്, ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇവിടെ ന്യൂട്രോൺസും ഉണ്ടാവും പ്രോട്ടോൺസും ഉണ്ടാവും. ഇത് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോൺസ്. ഓക്കെ, എന്താണ് ന്യൂക്ലിയോൺസ്? ഇനി ഈ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോൺ എന്താണ്? ഈ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് പോസിറ്റീവ് ആൻഡ് ദ വാല്യൂ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, -1.6 × 10⁻⁹ ചാർജിൻ്റെ യൂണിറ്റ് കൂളം. പക്ഷേ ഇവിടെ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. സോ ദ വാല്യൂ ഈസ് 1.6 × 10⁻⁹ കൂളം. ഇനി മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 1 നിങ്ങൾ ആ ഫുൾ വാല്യൂ പഠിക്കണം, കാരണം ദാറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ ന്യൂട്രോൺ. അതുകൊണ്ട് 1.6726 × 10⁻27 kg. ഓക്കെ, ദ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് മച്ച് ലാർജർ ദാൻ ദ മാസ് ഓഫ് ഇലക്ട്രോൺ. നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 9.1 × 10⁻31 ആണ്, -31. ഇവിടെ 10⁻27 ഉള്ളൂ. സോ ദ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് മച്ച് ലാർജർ ദാൻ ദ മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പം നമ്മളോട് ഇത് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിൻ്റെ ചാർജ് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എല്ലാം ഓർത്തിരിക്കുക. ഇനി ന്യൂട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ ന്യൂട്രോൺ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ന്യൂട്രോണും ഉണ്ട്. ന്യൂട്രോണിന് ന്യൂട്രോൺ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് ഡിനോട്ടഡ് ബൈ Mn 1.6749 × 10⁻27 kg. അപ്പോൾ നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും നോക്കുമ്പോൾ ഏതിനാണ് മാസ് കൂടുതൽ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പാരിസൺ ചെയ്യണം. 1.6749 × 10⁻27 kg ആണ് ന്യൂട്രോൺ. ഓക്കെ, സോ ദ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഓക്കെ, അപ്പോൾ ഇതിൽ മാസ് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? 1.6749 × 10⁻27 kg എന്ന് പറയുമ്പോൾ മാസ് കൂടുതലുള്ളത് ന്യൂട്രോൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് മാസ് ഡിഫക്റ്റ്. വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് എന്താ ഇത് ഡിനോട്ട് ചെയ്യുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് ആൻഡ് ദ മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് ദ മാസ് ഡിഫക്റ്റ് ഓഫ് ദ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ ഉള്ളിലെ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. പക്ഷേ there is some difference between the total mass of nucleons and the mass of nucleus is called mass defect of the nucleus. That is denoted by delta M is equal to ZMB plus A minus Z Mn minus M nucleus. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാസ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അറ്റോമിക് മാസ് ആൻഡ് നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം difference between the atomic mass and the sum of its constant of masses. Okay, the mass defect represent the mass of energy binding of an atom together. അപ്പോൾ നമ്മളിത് ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോൺ A ഇൻറ്റു നമ്മളിവിടെ പറഞ്ഞില്ലേ ZMB. ഓക്കെ, M പ്രോട്ടോൺ A മൈനസ് Z ന്യൂട്രോൺ മൈനസ് M മൈനസ് ആറ്റം. ഇവിടെ ഓരോ ടേംസും എന്താ ഉദ്ദേശിച്ചത്? ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ നിങ്ങളെ മാസ് ഡിഫക്റ്റ്. അപ്പോൾ A എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ, Z മാസ് നമ്പർ. നിങ്ങൾ ചിലപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ തിരിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. Z അറ്റോമിക് നമ്പർ, A മാസ് നമ്പർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ഏതാണെന്നുള്ളത് പഠിച്ചാൽ മതി, ഏത് ലെറ്റർ വെച്ചും ഡിനോട്ട് ചെയ്യാം. M പ്രോട്ടോൺ, മാസ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, മാസ് ഓഫ് ന്യൂട്രോൺ, M ആറ്റം, മാസ് ഓഫ് ആറ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ അറ്റോമിക് മാസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ മാസ് ഇവിടെ തന്നേക്കണത് ഗ്രാമിലാണ്. ഓക്കെ, മാസ് ഇവിടെ തന്നേക്കണത് ഗ്രാമിലാണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിൻ്റെ മാസ് 1.67 × കിലോഗ്രാമിൽ പറയുമ്പോൾ 10⁻27 എന്ന് വരും. ഓക്കെ, ഇത് ഗ്രാമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1.67 × എന്ത് വരും?
10⁻24 ആവും അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് ഇനി അറ്റോമിക് AMUയിൽ പറയുമ്പോൾ മാസ് പറയുമ്പോൾ 1.00727, 1.00866, 0.00055 റെസ്പെക്റ്റീവ്ലി ഫോർ പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി ബൈൻഡിങ് എനർജി. The rest mass of nucleus is smaller than the sum of the rest masses of nucleons constitute it. This is due to when nucleons combine to form nucleus, some energy is liberated. The binding energy is equal to the work must be done to split the nucleus into the particle constituting it. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ റീസൺ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. So the rest mass of nucleus is smaller than the sum of rest masses of nucleus. The reason is that when the nucleons combine to form nucleus, some energy is liberated. അല്ല, എനർജി ലിബറേറ്റ് ചെയ്യുമ്പോൾ ആ മാസിൽ ചേഞ്ചസ് ഉണ്ടാവും. The binding energy is equal to the work that must be done to split the nucleus into the particle constituting it. Okay, then binding energy per nucleons minus binding energy per nucleons is used to determine the stability of the nucleus. ഈ ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റെബിലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ MC², ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഇൻറ്റു C² ആണ്. ഓക്കെ, ഡെൽറ്റ ZMB പ്ലസ് A മൈനസ് ZMN മൈനസ്. ഓക്കെ, ഇവിടെ Z ആണ് അറ്റോമിക് നമ്പർ. ഓക്കെ, നമ്മളത് ഡിനോട്ട് ചെയ്യുമ്പോൾ ആ ലെറ്ററിൽ ചേഞ്ചസ് വരരുത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്, ആ ലെറ്ററിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ നോർമൽ NCERT ടെക്സ്റ്റിലൊക്കെ Z അറ്റോമിക് നമ്പർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ. സോ ഹൗ ടു ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ. ഇനി അടുത്ത് വരുന്നതാണ് ഐസോടോപ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ഐസോടോപ്പ്? Isotopes are atoms with the same number of protons but differing number of neutrons. A number of proton in the atom is the atomic number of to that atom. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ആയിരിക്കും. A particular chemical element has a fixed number of protons, hence the atomic number of the atom of the same chemical element is similar to each other. Chemical property സെയിം ആണെങ്കിൽ atomic number സെയിം ആയിരിക്കും. So therefore the isotope are atoms of the same chemical element. The total number of protons and neutrons is known as the atomic mass. Isotope have a different atomic mass. ഐസോടോപ്പിന് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് അറ്റോമിക് മാസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഐസോടോപ്പ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് നമ്മൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം പഠിച്ചിട്ടുണ്ട്. അവിടെ ഈ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് പ്രോട്ടോൺ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ പ്രോട്ടോണിൻ്റെ, ഇലക്ട്രോണിൻ്റെ, ന്യൂട്രോൺസിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രം ദ 3 figures പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം ഹാവ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് ഐസോടോപ്പ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാത്തിൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. സോ ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദീസ് ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഐസോബാർ. എന്താണ് ഐസോബാർ? ഐസോബാർസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ് ഹാവിങ് ഈക്വൽ വാല്യൂസ് ഫോർ അറ്റോമിക് മാസ്. Atomic mass is a sum of protons and neutrons in the nucleus of an atom. Okay, a proton or a neutron is known as a nucleon. Therefore, isobars have the same number of nucleons. അപ്പോൾ ഐസോബാർ എന്ന് പറയുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ഓഫ് ഐസോടോപ്പ്. സെയിം അറ്റോമിക് മാസ് ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. അതാണ് ഐസോബാർ. ഓക്കെ, ഇത് നോക്കിക്കേ. ഐസോബാർ
നമ്മൾ ഐസോബാർ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓരോന്നിൻ്റെ എടുത്തു കഴിയുമ്പോൾ അറ്റോമിക് മാസ് മുകളിൽ കൊടുക്കണ എല്ലാം 40 ആണ്, എല്ലാം 40 ആണ്. അത് അറ്റോമിക് മാസ്സാണ്. അതെല്ലാത്തിൻ്റെ സെയിം ആയതുകൊണ്ട് അതെന്താണ്, ഐസോബാറാണ് അല്ലേ. ഒരു നമ്പർ നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഒരു എലമെൻ്റ് ചെയ്യാം. ഇങ്ങനെ മുകളിൽ എഴുതുന്ന എന്താണ്, അറ്റോമിക് മാസ്സാണ്. ഇത് അറ്റോമിക് നമ്പറാണ്. സോ ഇവിടെ എല്ലാത്തിൻ്റെ മുകളിൽ നോക്കിക്കേ, 40 40 40 40, ഇതെല്ലാം ഐസോബാറാണ്. ഇവിടെയാണ് 76 76. സോ ഇതെല്ലാം ഐസോബാർസാണ്. ഓക്കെ, ഇതെല്ലാം ഐസോബാറാണ്. ഇനി ഐസോട്ടോൺസ്. എന്താണ് ഐസോട്ടോൺസ്? ഐസോട്ടോൺസ് ആർ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് element having an equal number of neutrons in the atomic nucleus. Okay, isotones have different atomic numbers. Number of proton in the nucleus is different from each other as well as different atomic mass. അപ്പോൾ ഐസോട്ടോൺ എന്ന് പറയുമ്പോൾ അതിന് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഇപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ Z ആണ്, അറ്റോമിക് മാസ് A ആണെന്ന് എടുത്തെന്ന് വെച്ചോ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് N ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ? ഒരു നമ്പർ ഞാൻ ഒരു എലമെൻറ്റ് M ആയിട്ട് എടുത്തു, ഇതിൻ്റെ Z A. ഈ A മൈനസ് Z ആണ് നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. A മൈനസ് Z ആണ്. ഈ എയിൽ നിന്ന് ഈ Z കുറച്ച, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം ഈ കുറേ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ N കണ്ടുപിടിക്കണ എല്ലാം സെയിം ആയിരിക്കും. N ഈസ് സെയിം ഫോർ ഓൾ ദ ഐസോട്ടോൺ. N ഈസ് സെയിം, N സെയിം ആയിരിക്കും ഫോർ ഓൾ ദ ഐസോട്ടോൺസ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ MCQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഐസോട്ടോൺ എന്താണ്, ഐസോബാർ എന്താണ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിലെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ ലാസ്റ്റ് പഠിച്ചത് 3 ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് അറ്റോമിക് മാസ്. ഐസോബാർ എന്ന് വെച്ചാൽ സെയിം അറ്റോമിക് മാസ് ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഐസോട്ടോൺ എന്ന് വെച്ചാൽ നമ്മൾ അറ്റോമിക് മാസും അറ്റോമിക് നമ്പറും ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഐസോട്ടോൺസ് എന്ന് പറയും അല്ലേ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ളത് ഐസോട്ടോൺസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് മാസ് ഡിഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, അറ്റോമിക് ന്യൂക്ലിയസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ പ്രോട്ടോൺ തന്നെയാണ് അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നെയാണ് പ്രോട്ടോൺസ്. അപ്പോൾ ഓരോ ന്യൂക്ലിയോൺസിൻ്റെയും മാസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ബൈൻഡിങ് എനർജി എന്താണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു. ഇനി ഇതിൻ്റെ MCQs ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മോർ ക്ലിയർ അബൌട്ട് ദ വാട്ട് ഈസ് ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.